പൊട്ടറ്റോയും ക്യാരറ്റും ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൊച്ചുള്ളി 5-6 കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കാം. ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചതച്ച നമ്മുടെ വറ്റൽമുളക് ചേർക്കാം. എരിവ് നമുക്ക് ഇഷ്ടത്തിന് ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ചെയ്ത് കൊടുത്തു. ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അത് നല്ലതായിട്ട് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കഴിയാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഒരു മീഡിയം സൈസുള്ള റെഡ് ഒനിയൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയുടെ ഒരല്ലിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. ഞാൻ 4 പൊട്ടറ്റോയും ഒരു ക്യാരറ്റും നീളത്തിലരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവർ കുക്കായി പോകരുത്, അല്ലെങ്കിൽ എപ്പിടി പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ നൊയമ്പിൽ ടൈമിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ഇച്ചിരി ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളർ വന്നപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങോട്ടൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ 2 ടീസ്പൂൺ ചതച്ച മുളക്, നല്ല എരിയുള്ള മുളകാണത്, ചതച്ച് വെച്ചിട്ടുണ്ടെന്നിപ്പോൾ ചേർത്ത് ഞാനകത്തേക്ക് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ, ഒരു നിറത്തിന് വേണ്ടി. അപ്പം ചതച്ച മുളക് 1 ടീസ്പൂൺ അതിനകത്ത് ചതച്ചാൽ ചേർത്തായിരുന്നു. ഇപ്പം ഞാൻ 1.5 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. ഇതെന്ന് വെച്ചാൽ നല്ല എരിവുള്ളത് നല്ലതാണ് കേട്ടോ. ഒരുപാട് എരിവ് അധികമായിട്ടില്ലായിരുന്നു. ചതച്ച മുളക് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റ് 2 വരെ ചേർക്കാൻ എൻ്റെ കയ്യിൽ 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 4 പൊട്ടറ്റോ എടുക്കുമ്പോൾ 2 ക്യാരറ്റ് എന്നുള്ള അളവിലാണ് എപ്പോഴും ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കൂ, ഞാൻ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കുഴഞ്ഞു പോയാൽ കൊള്ളില്ല, അതുപോലെ ഒത്തിരി പൊടിഞ്ഞു പോയാലും കൊള്ളത്തില്ല കേട്ടോ. അപ്പം പിന്നെ അതൊരു മെഴുക്ക് വരട്ടിയുടെ ടേസ്റ്റിൽ നിന്ന് മാറിപ്പോകും. അപ്പം ഇനി ഈ പൊട്ടറ്റോ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മസാല എല്ലാം പൊട്ടറ്റോയിലേക്കാവണം. ഒരു 5-10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ കുക്ക് ചെയ്ത് എടുക്കേണ്ട സമയമേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയാക്കി വയ്ക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ എൻ്റെ നോയമ്പിലെ ആദ്യത്തെ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ഇത് ടേസ്റ്റിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ നിങ്ങളും പോയി റെഡിയാക്കി നോക്കുക കേട്ടോ. ഇനി ചപ്പാത്തിക്കുള്ളൊരു കറിയുടെ റെസിപ്പിയായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ലോഗ്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. എനിക്ക് ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ തൈരിട്ടൊരു കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റ് മെഴുക്ക് വരട്ടിയാണ് എൻ്റെ ഊണിൻ്റെ കറി കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് GNB വ്ലോഗ്. ബൈ.